Welcome to part 2 of Becoming a Better Version in 2026. Let me introduce you to another daily habit, journaling. നമ്മുടെ മൈൻഡിൽ കുറെ തോട്ട്സ് ഒക്കെ ഉണ്ടാവും. ആ തോട്ട്സ് എല്ലാം നമ്മളൊരു പേപ്പറിലേക്കൊക്കെ പകർത്തുന്നതിനെയാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫീലിംഗ്സ്, നമ്മുടെ എക്സ്പീരിയൻസസ്, നമ്മുടെ ഗോൾസ്, അങ്ങനെ എന്തും നമുക്ക് ജേർണൽ ചെയ്യാം. ബേസിക്കലി എനിത്തിങ് ദാറ്റ് ഹെൽപ്സ് യു പ്രോസസ് ലൈഫ്. വൈ ജേർണലിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജേർണലിംഗ് ചെയ്യുന്നത് കൊണ്ട് കുറെ നല്ല നല്ല ബെനിഫിറ്റ്സ് ഉണ്ട്. ജേർണൽ ചെയ്യുമ്പം നമുക്ക് നമ്മുടെ തോട്ട്സും നമ്മുടെ ഇമോഷൻസും ഒക്കെ കുറച്ചുകൂടെ നല്ലതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും നമ്മുടെ മൂഡ് കുറെ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ സെൽഫ് അവയർനെസ് തന്നെ ഇംപ്രൂവ് ചെയ്യാൻ ജേർണലിംഗ് സഹായിക്കും. ഇനി ഞാൻ എങ്ങനെ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഐ വാസ് ഗോയിങ് ത്രൂ എ ടഫ് ടൈം ആൻഡ് എ ഫ്രണ്ട് ഓഫ് മൈൻ ആസ്ക്ഡ് മീ അബൌട്ട് ഇറ്റ്. ആ ഒരു ടൈമിൽ ഐ വാസൻ ഏബിൾ ടു എക്സ്പ്ലെയിൻ ഹർ വാട്ട് ഐ വാസ് ഗോയിങ് ത്രൂ. അത് കേട്ടപ്പോ ഷീ ജസ്റ്റ് ആസ്ക്ഡ് മീ ടു ടേക്ക് എ പേപ്പർ ആൻഡ് പെൻ ആൻഡ് റൈറ്റ് ഡൗൺ വാട്ട് ഐ വാസ് ഫീലിംഗ് റൈറ്റ് ദെൻ. നമുക്ക് ആരോടും പറയാൻ പറ്റാത്തതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ ഇമോഷൻസും നമുക്ക് ഈ ഒരു പേപ്പറിൽ എഴുതുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പല തരത്തില് ജേർണൽ ചെയ്യാറുണ്ട്. ചില ആൾക്കാർ അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്ന കാര്യങ്ങൾ എഴുതും. അതുപോലെ ചില ആൾക്കാർ അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, അവരുടെ ആ ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ എഴുതാറുണ്ട്. അതേപോലെ തന്നെ വേറെ കുറെ പ്രോംപ്റ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് എഴുതുന്നവരും ഉണ്ടാവും. ഇനിയിപ്പോ പേപ്പറും പേനയും വേണമെന്നൊന്നുമില്ല, നമ്മളുടെ ഫോണിലായാലും നമുക്ക് ജേർണലിംഗ് ചെയ്യാം. അതിനായിട്ട് കുറെ ആപ്പുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. ഇനിയിപ്പോ പിന്നെ കാണാം. ബൈ.